ഹായ്, എല്ലാവർക്കും വന്ദനം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഏകദേശം ഒരു മാസം മുമ്പ് എൻ്റെ സെൻറ്ററിലേക്ക് വന്ന ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. അപ്പം ആ കുട്ടി സ്കൂളിലേക്ക് പോകാൻ വളരെയധികം മടി കാണിക്കുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. വളരെ വർഷങ്ങളായിട്ട് ഒരു സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടി. അപ്പോൾ ആ സ്കൂളിലേക്ക് പോകാൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലെ കുട്ടി മടി കാണിക്കുകയാണ്. അപ്പം ഇടയ്ക്ക് പനിയാണ്, തലവേദനയാണ് എന്നൊക്കെ പറഞ്ഞ് പോവാതിരിക്കുമെങ്കിലും ഒരു തിങ്കളാഴ്ച ആവുമ്പോൾ ഞായറാഴ്ച വൈകിട്ടായപ്പം ആ കുട്ടി ആ പേരൻറ്റിനോട് പറഞ്ഞു, എനിക്ക് സ്കൂളിൽ പോകാൻ വയ്യ, മടിയാണ്. കുറച്ച് ഭയങ്കരമായിട്ട് കരയാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അപ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ മാറുമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞിട്ടും ഈ കുട്ടി എന്ത് ചെയ്താൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ അന്ന് ആ കുട്ടീനെ സ്കൂളിൽ വിട്ടില്ല. പിറ്റേ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു. ട്യൂസ്ഡേയിലും ഇത് തന്നെ ആവർത്തിച്ചു. വെനസ്ഡേ ആയപ്പോഴും ഇത് തന്നെ ആ കുട്ടി വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ 3 ദിവസങ്ങൾ സ്കൂളിൽ പോകാതിരുന്നപ്പോൾ പേരൻസിന് ഭയങ്കര ടെൻഷനായി. അങ്ങനെ ആ കുട്ടീനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ കൗൺസിലിങ്ങിന് വന്ന ആ കുട്ടിയോട് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇഷ്യൂ എന്താണെന്ന് മനസ്സിലായത്. കാരണം ആ കുട്ടിക്ക് ബോഡി ഇമേജിങ് ഇഷ്യൂസാണ് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന കൂട്ടുകാർ ആ കൊച്ചിയെ ബോഡി ഷെയിം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് അത്യാവശ്യം നല്ല ഫാറ്റുണ്ട്, നല്ല വണ്ണമുണ്ട്. അപ്പോൾ ഈ കുട്ടീനെ വല്ലാണ്ട് കളിയാക്കിക്കൊണ്ടിരുന്നപ്പം ഇത് അവളുടെ ഹാർട്ടിൽ, അവരുടെ മനസ്സിൽ കയറിയത് ഭയങ്കരമായിട്ട് തറച്ചു. അവളുടെ ഒരു സെൽഫ് എസ്റ്റീം കുറയുന്നതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പക്ഷേ ആ സെൽഫ് എസ്റ്റീം കുറഞ്ഞു കഴിഞ്ഞപ്പം ഇവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ഇവർക്ക് മടിയാണ്. ഇവർക്ക് സ്കൂളിൽ പോകാനും മടിയാണ്. അപ്പോൾ ചോദിച്ചു വന്നപ്പോഴാണ് ഇവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഇവളുടെ ഫ്രണ്ട്സ് തന്നെ കളിയാക്കി. കാരണം നീ തടിച്ചിയാണ്, നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, നിനക്ക് ഗ്ലാമറില്ല. അപ്പം ഇവളെന്നും രാവിലെ ഇതൊക്കെ നേരത്തെ പറയുന്നുണ്ടായിരുന്നെങ്കിലും എപ്പോഴും മേക്കപ്പ് ഇടാനാണെങ്കിലും അല്ലെങ്കിൽ വളരെ നന്നായിട്ട് പോകാനും ഡ്രസ്സൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആൾ ശ്രമിച്ചിരുന്നു. പക്ഷേ ഉള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓവറായപ്പം ഇത് കാലക്രമേണ ഇത് ഇവളുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എനിക്കിനി സ്കൂളിലേക്ക് പോകണ്ട, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകണ്ട, ബിക്കോസ് എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കാൻ പറ്റത്തില്ല. കാരണം ഇവളുടെ സ്റ്റഡീസിനെ വരെ അത് ബാധിച്ചു തുടങ്ങി. കാരണം പുറത്തേക്ക് പേരൻസിനൊപ്പം പോകാനുള്ള മടിച്ചു. അപ്പോൾ ഇതിനകത്ത് നടന്നൊരു കാര്യം, പേരൻസും ഇടയ്ക്ക് പറയുന്നുണ്ട് വണ്ണം കുറയ്ക്കണ്ട. പക്ഷേ ഇവളെല്ലാം കൂടി ഡിസൈഡ് ചെയ്ത് ഈ 3 ദിവസം ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരുമ്പം ഇവൾ വളരെ 2 വീക്സ് മുമ്പ് വിഷമിച്ച് ക്രാഷ് ഡയറ്റിംഗ് ഒറ്റയടിക്ക് ഒരു ഹാർഡ് ഡയറ്റിലേക്ക് കയറി വണ്ണം കുറയ്ക്കാമെന്നൊക്കെ പറഞ്ഞ്. അപ്പം എക്സസീവായിട്ടുള്ളൊരു വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ബോഡി ഷെയ്മിങ് ഒക്കെ വന്ന ആളുടെ മൈൻഡ് ഇങ്ങനെ ഫെഡപ്പ് ആയിരുന്നതുകൊണ്ട് ഒരു ചോറൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാർഷ് ഡയറ്റിങ്ങിലേക്ക് ആൾ മൂവ് ചെയ്തു. പക്ഷെ അത് ആളുടെ ഹെൽത്തിനെ ബാധിക്കാൻ തുടങ്ങി. ഈ ഹാർഷായിട്ടുള്ള ഡയറ്റിങ് ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ, കിഡ്നി സ്റ്റോൺ പോലെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവളുടെ പേരൻസ് അവളെ വഴക്ക് പറഞ്ഞു. അപ്പം എങ്ങനെ നോക്കിയാലും ഒരു നെഗറ്റീവ് ഇൻസിഡൻറ്റിലേക്കാണ് ഇവൾ പോയത്. അപ്പോൾ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പം പേരൻസ് വഴക്ക് പറഞ്ഞു, നീ ഡയറ്റ് ഒന്നും നോക്കണ്ട, ഇത് നിനക്ക് നാച്ചുറൽ ആയിട്ടുള്ളതാണ്, ഇതൊരു കുഴപ്പവും വേണ്ട, നീ ഇതിനകത്തൊരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ട ഒരു ഫേസിലേക്ക് ആ കുട്ടി എത്തിക്കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഫ്രണ്ട്സിനെ ഓർത്തപ്പോൾ, കൂടെ പഠിക്കുന്ന കുട്ടികളുടെ നിറം, ഷേപ്പ് എല്ലാം ഓർത്തപ്പം ഇവർക്ക് സ്കൂളിലേക്ക് പോകാനുള്ള മടുപ്പ് വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ കുട്ടിയോട് സജസ്റ്റ് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ടിപ്സ്, അത് ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന ചിലർക്കെങ്കിലും ഒരാശ്വാസമാകും എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം, ക്രാഷ് ഡയറ്റിങ്ങിലേക്കൊന്നും ഒറ്റയടിക്ക് മൂവ് ചെയ്യരുത്. ഒന്ന്, നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ ഈ ബോഡി അല്ലെങ്കിൽ നമ്മുടെ കിട്ടിയിരിക്കുന്ന ഈ ശരീരം ഒബ്വിയസ്ലി ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ വണ്ണം ഉണ്ടെങ്കിലും വെയിറ്റ് കുറഞ്ഞാലും സ്കെൽറ്റൻ ആണെങ്കിലും നമുക്ക് അതിനകത്തൊരു സെൽഫ് പ്രൗഡ് ഉണ്ടായിരിക്കണം, സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്നത് യുണീക്ക് ഗിഫ്റ്റ് ആണെന്നുള്ളൊരു ബോധ്യം ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒറ്റയടിക്ക് കയറി വെയിറ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് കയറി ബോഡി വലുതായിട്ട് സെറ്റപ്പ് ആക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് നല്ല ഡയറ്റീഷ്യനെയൊക്കെ കണ്ട് അല്ലെങ്കിൽ നല്ല ഡോക്ടറെയൊക്കെ കണ്ട് കൺസൾട്ടേഷൻ എടുത്തിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് സമയമെടുത്ത് വേണം കുറയ്ക്കാൻ. ഹാർഷായിട്ടൊക്കെ പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ പിറ്റേ ദിവസം നമുക്ക് വലിയ ബ്യൂട്ടീഷ്യൻ ആവാൻ അല്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടി കോൺടെസ്റ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ സമയമെടുത്താണെങ്കിൽ ക്രമേണ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഓപ്പണായിട്ട് പേരൻസിനോട് എന്തുണ്ടെങ്കിലും പറയണം. ഒന്നും മനസ്സിൽ ഹൈഡ് ചെയ്ത് വെക്കരുത്. എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നിങ്ങളുടെ പേരൻസ്. അപ്പോൾ അവരുടെ അടുത്ത് നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്യൂസ് എന്താണെങ്കിലും ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ ഡെഫിനറ്റായിട്ട് അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ, ഓൾമോസ്റ്റ് ഫാമിലീസിലൊന്നും ഒരു ഓപ്പൺ കോൺവെർസേഷൻ ഇല്ലെന്നുള്ളതാണ്. അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഏറ്റവും അവസാനത്തെ കാര്യം,
ഒരിക്കൽ പോലും നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ കുറയ്ക്കുന്ന രീതിയിലുള്ള കോൺവെർസേഷനുകളിലേക്ക് നിങ്ങൾ ഒരിക്കലും ചെല്ലരുത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സ് ഫെഡപ്പാക്കുന്ന, നിങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു കൂട്ടുകെട്ടുകളിലേക്കോ ഒരു കോൺവെർസേഷനിലേക്കോ നിങ്ങളുടെ ചെവി വെച്ച് കൊടുക്കരുത്, നിങ്ങളുടെ കേൾവി വെച്ച് കൊടുക്കരുത്. അതിന് നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഇസ് ഐ എം സൂപ്പർബ്, അല്ലെങ്കിൽ ഐ എം ഓക്കെ എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഒത്തിരി ബ്യൂട്ടി കോൺടെസ്റ്റ് ഒക്കെ വന്ന് ബോഡി ഷേമിങ് ഒക്കെ വന്ന് അതിനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മളെക്കുറിച്ചൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കണം. ആ പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെ മുമ്പിലും കോൺഫിഡൻറ്റോടെ നിൽക്കാൻ വേണ്ടി സാധിക്കും. കീപ് ഗോയിങ്. God bless you.